ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ നിന്നും ഇറാന്റെ ആ നിർണായക തീരുമാനമെത്തിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തികച്ചും നിസ്സഹായനായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ കാതലായ ഹോർമൂസ് കടലിടുക്കിന്റെ ഭരണം ഇനി മുതൽ ഇറാന്റെ കൈകളിലായിരിക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവിനെ നിരായുധീകരിക്കാൻ ഇറങ്ങിയ ട്രംപിന്റെ വിടുവായത്തങ്ങളും എടുത്തുചാട്ടങ്ങളും എങ്ങനെയാണ് അമേരിക്കയുടെ തന്നെ ആത്യന്തിക ലക്ഷ്യങ്ങളെ തകർത്തത് എന്നതിന്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് ഈ സംഭവം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. സ്വിറ്റ്സർലാൻഡിൽ US-മായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ലബണനിൽ അമേരിക്ക പ്ലാൻ ചെയ്തിരുന്ന വമ്പൻ സൈനിക ഓപ്പറേഷൻ എന്ന് പറയാൻ കഴിയുമെന്ന് അറിയില്ല, അതിനെക്കുറിച്ച് ട്രംപ് അടുത്തിടെ പരസ്യമായി വീമ്പ് പറഞ്ഞിരുന്നു. അതായത് അവിടുത്തെ ഷിയ മുസ്ലിങ്ങളെയും മറ്റ് മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാനുള്ള അമേരിക്കയുടെ ഒരു ഗൂഢതന്ത്രം. ഈ സൈനിക രഹസ്യം ട്രംപിലൂടെ തന്നെ അറിഞ്ഞ ഇറാൻ ഇപ്പോൾ കൃത്യമായ സമയത്ത് ഒരു നയതന്ത്ര നീക്കം നടത്തി തങ്ങളെ ഒരു സമാധാനകാംക്ഷിയായി ചിത്രീകരിക്കുകയും ട്രംപിനെ പ്രതിരോധത്തിലാക്കി തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കരാറിലേക്ക് വശത്താക്കുകയും ചെയ്തിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ലബനനിലെ ഹിസ്ബുള്ളയെ സഹായിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ട്രംപ് ഇട്ട സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇറാന്റെ ശക്തമായ നയതന്ത്ര സമ്മർദ്ദത്തെ തുടർന്ന് വെറും 1 മണിക്കൂറിനുള്ളിൽ തിരുത്താൻ വൈറ്റ് ഹൗസ് നിർബന്ധിതമായി. കൃത്യമായിട്ടുള്ള ആസൂത്രണമുള്ള ഒരു ഭരണകൂടത്തിന് മുന്നിൽ ട്രംപിന്റെ വ്യക്തിപരമായ അഹംഭാവം എത്രത്തോളം പരാജയപ്പെടുന്നു എന്നതിന്റെ തെളിവാണിത്. യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് ഹോർമൂസ് കടലിടുക്കിന്റെ ഭരണം ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നാണ് ഗാലിബാഫ് വ്യക്തമാക്കിയത്. ഇറാനിലെ ഭരണമാറ്റവും അവരെ പൂർണ്ണമായി നിരായുധീകരിക്കുക എന്നതുമായിരുന്നു അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ഗ്രാൻഡ് സ്ട്രാറ്റജി. എന്നാൽ ഹോർമൂസിലെ ഭരണം ഇറാൻ പിടിച്ചെടുത്തതോടെ ആ തന്ത്രം സമ്പൂർണ്ണമായും പരാജയപ്പെട്ടു. അമേരിക്കയിലെ സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ താനൊരു വലിയ സമാധാന കരാർ ഉണ്ടാക്കി എന്ന് കാണിക്കാനുള്ള ധൃതി കാരണം ലോകത്തിലെ ആകെ പെട്രോളിയത്തിന്റെ 20% കടന്നു പോകുന്ന ചാനലിന്റെ പരമാധികാരം ഇറാനാണെന്ന് ട്രംപ് പരോക്ഷമായി സമ്മതിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ഒരു അസ്ഥിരനും പ്രകോപനപരവുമായിട്ടുള്ള നേതൃത്വം വാഷിംഗ്ടണിൽ ഉള്ളിടത്തോളം കാലം പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം വിദൂരമാണ്. അതായത് അമേരിക്കയിലാണ് ഒരു റെജൈം ചേഞ്ച് ഉണ്ടാകേണ്ടത്. സ്വന്തം ഇമേജിന് വേണ്ടി തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ അപ്പാടെ മാറ്റുന്ന ട്രംപിന് പകരം കൃത്യമായതും സ്ഥിരതയുള്ളതുമായിട്ടുള്ള ഒരു നയതന്ത്രം ഉള്ള ഒരു ഭരണകൂടം അമേരിക്കയിൽ അധികാരത്തിൽ വരാതെ ഈ മേഖലയിൽ ഒരു സുസ്ഥിരമായ ശക്തി സമനില സാധ്യമല്ല. ഇറാന്റെ പരമാധികാരി ആയത്തുള്ള സയ്യിദ് മൊജ്തബ ഖമേനിയുടെ കീഴിൽ ഇറാൻ ഈ ഹോർമൂസ് നിയന്ത്രണത്തെ കൂടുതൽ ശക്തമാക്കുകയും ഭാവിയിലെ അമേരിക്കൻ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ ഇതിനെ ഒരു പരിചയമായി ഉപയോഗിക്കുകയും ചെയ്യുമെന്ന് ഗാലിബാഫ് സ്വിറ്റ്സർലാൻഡിൽ വെച്ചത് തുറന്നു പറഞ്ഞിട്ടും ട്രംപിന് അതിന് യാതൊരു മറുപടിയും ഇല്ലായിരുന്നു എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്.